ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇത് ചാപ്റ്റർ 2 പ്രോബ്ലംസ് ആണേ. ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ മാനുവൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിൽ. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ഇതേപോലെ തന്നെ ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് എണ്ണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൂവ് ദാറ്റ് ഇഫ് V1, V2, etc. Vn spans V, then so does the list V1 minus V2, V2 minus V3, etc. Vn minus 1 minus Vn, Vn. അപ്പോൾ V1, V2, etc. Vn ക്യാപിറ്റൽ വിനെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആ ലിസ്റ്റും സ്പാൻ ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ഫ്രം ഈച്ച് വെക്റ്റർ ദ ഫോളോയിങ് വെക്റ്റർ എക്സെപ്റ്റ് ദ ലാസ്റ്റ് വെക്റ്റർ എന്നൂടെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ സെറ്റ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വെക്റ്ററിൽ നിന്നും അതിൻ്റെ എന്തുവാണ് V1 ശേഷം വരുന്നതാണല്ലോ V2. അപ്പോൾ അത് സബ്ട്രാക്റ്റ് ചെയ്ത് ആണല്ലോ ഇത് V1 മൈനസ് V2. പിന്നെ V2 ശേഷം വരുന്നത് V2 നിന്ന് കുറച്ചിട്ട് V2 മൈനസ് V3 രണ്ടാമതായിട്ട് എഴുതി. ലാസ്റ്റ് മാത്രം അതേപോലെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണിത് കാണിക്കേണ്ടത്? സ്പാൻ ചെയ്യുന്നതെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ V1, V2 വെച്ചിട്ട് Vn സ്പാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, ലെറ്റ് സ്മോൾ v ബിലോങ്സ് ടു ക്യാപിറ്റൽ V. Then we get scalars C1, C2, etc. Cn belongs to capital F such that C1 V1 plus C2 V2 plus etc. plus Cn Vn equal to V. Equation number 1. അപ്പോൾ ക്യാപിറ്റൽ വിനകത്തുനിന്ന് ഒരു സ്മോൾ വി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ സ്പാൻ ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ഈ ഗിവൺ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇതിനെ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇതിനെ സ്പാൻ ചെയ്യുന്നതായതുകൊണ്ട് C1, C2, etc. Cn എന്ന് പറയുന്നൊരു ലിസ്റ്റ് ഓഫ് സ്കെയിലേഴ്സ് കിട്ടും. സച്ച് ദാറ്റ് C1 V1 plus C2 V2 plus etc. plus Cn Vn equal to V. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുത്തു. To show that small v belongs to span of V1 minus V2, V2 minus V3, etc. Vn minus 1 minus Vn, Vn, we need to find A1, A2, etc. An belongs to F such that V is equal to A1 into V1 minus V2 plus A2 into V2 minus V3 plus etc. plus An minus 1 into Vn minus 1 minus Vn plus An Vn. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ലിസ്റ്റ് സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഈ വീനെ എന്നല്ല ഏതൊരു വി എടുത്താലോ, ഇൻ പർട്ടിക്കുലർ നമ്മൾ ഈ വീനെ എടുക്കുന്നു. ഈ വീനെ എന്ത് പറ്റണം? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള സ്കെയിലറുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം. റീഅറേഞ്ചിങ് ദ ടേംസ് വി ഗെറ്റ്. അപ്പോൾ നമ്മൾ V1 V2 അങ്ങനെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്ന രീതിയിൽ അത് റീഅറേഞ്ച് ചെയ്തിട്ട് A1 V1 പ്ലസ് A2 മൈനസ് A1 ഇൻറ്റു V2 പ്ലസ് A3 മൈനസ് A2 ഇൻറ്റു V3 പ്ലസ് എക്സെട്ര പ്ലസ് AN മൈനസ് 1 ഇൻറ്റു Vn എഴുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. കമ്പയറിംഗ് 1 ആൻഡ് 3 we can see that equation 3 will be satisfied if we choose A1 equal to C1. ഇനി നമുക്ക് നോക്കിക്കേ, ഈ 1ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം വീൻ്റെ രണ്ട് റെപ്രസെൻറ്റേഷൻസ് ആണല്ലോ ഇത്. അപ്പോൾ ഇത് എന്താ രണ്ടെണ്ണത്തിനകത്ത് നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ, കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഇക്വേഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ A1 ഈക്വൽ ടു C1 ആവണം, A2 മൈനസ് A1 എന്ന് പറയുന്നത് C2 ആവണം, A3 മൈനസ് A2 എന്ന് പറയുന്നത് C3 ആവണം. അങ്ങനെ പോയിട്ട് AN മൈനസ് 1 ഈക്വൽ ടു Cn എന്ന് കിട്ടണം. ഇംപ്ലൈസ് A1 ഈക്വൽ ടു C1, A2 ഈക്വൽ ടു A1 പ്ലസ് C2 എക്സെട്ര AN ഈക്വൽ ടു AN മൈനസ് 1 പ്ലസ് Cn. ക്വസ്റ്റ്യൻ നമ്പർ 2 അത് അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ A1ഉം A2 ഈ ANഉം ഈ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ A1 A2 എക്സെട്ര AN ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. A1നെ C1 ആയിട്ട് തന്നെ എടുക്കുക. C1 നമുക്കുണ്ടല്ലോ, C1ഉം C2 Cn വരെയുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ A1 C1 ആയിട്ട് എടുക്കണം. A2 എന്ന് പറയുന്നത് A1 പ്ലസ് C2 ആയിട്ട് എടുക്കുക. അങ്ങനെ AN എന്ന് പറയുന്നത് AN മൈനസ് 1 പ്ലസ് Cn ആയിട്ട് എടുക്കുക. ഓക്കെ, അടുത്ത നമ്പർ 2. പ്രൂവ് ദാറ്റ് V1 V2 etc. Vn is linearly independent in V, then so is the list V1 minus V2, V2 minus V3, etc. Vn minus 1 minus Vn, Vn. അപ്പോൾ അടുത്തത് നേരത്തെ നമ്മൾ സ്പാൻ ചെയ്യുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി കാണിക്കേണ്ടത് V1 V2 etc. Vn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ V1 minus V2, V2 minus V3 ആ പറഞ്ഞ ലിസ്റ്റ് Vn minus 1 minus Vn, Vn obtained by subtracting each vector except the last one
ദ ഫോളോയിങ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ലിസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ ലിസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ലെറ്റ് C1 ഇൻറ്റു നമ്മൾ എഴുതുന്നു C1 ഇൻറ്റു V1 മൈനസ് V2 പ്ലസ് C2 ഇൻറ്റു V2 മൈനസ് V3 പ്ലസ് എക്സെട്രാ പ്ലസ് CN മൈനസ് 1 ഇൻറ്റു VN മൈനസ് 1 മൈനസ് VN പ്ലസ് CN VN ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. റീഅറേഞ്ച് ചെയ്തെഴുതി C1 V1 പ്ലസ് V2 ഇൻറ്റു C2 മൈനസ് C1 പ്ലസ് V3 ഇൻറ്റു C3 മൈനസ് C2 പ്ലസ് എക്സെട്രാ പ്ലസ് VN മൈനസ് 1 ഇൻറ്റു CN മൈനസ് 1 മൈനസ് CN മൈനസ് 2 പ്ലസ് VN ഇൻറ്റു CN മൈനസ് CN മൈനസ് 1 ഈക്വൽ ടു 0. Since V1, V2, etc. Bn minus 1, Vn are linearly independent, we get ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. കോഎഫിഷ്യൻറ്റ് 0 ആവണ്ടേ? C2 മൈനസ് C1 0 ആവും. അപ്പം ഇനി C1 0 ആയതുകൊണ്ട് C2 0 അല്ലേ? പിന്നെ C3 മൈനസ് C2 0 ആവും. C2 0 ആയതുകൊണ്ട് C3 0 ആവും. അങ്ങനെ പോയിട്ട് CN വരെയുള്ള 0 ആണ് കിട്ടി. ഇംപ്ലൈസ് V1 മൈനസ് V2 V2 മൈനസ് V3 എക്സെട്രാ VN മൈനസ് 1 മൈനസ് VN VN ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇനി സപ്പോസ് V1, V2, etc. Vn is linearly independent in capital V and W belongs to capital V. Prove that if V1 plus W, etc. Vn plus W is linearly dependent, then W belongs to span of V1, etc. Vn. V1, V2, etc. Vn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. W എന്ന് പറയുന്ന വിയിലുള്ള ഒരു വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് W, V2 പ്ലസ് W, അങ്ങനെ Vn പ്ലസ് W എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ലീനിയർലി then prove that if ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ then W belongs to span of V1 etc. Vn എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, if V1 plus W, etc. Vn plus W is linearly dependent, then we can write, ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു A1 ഇൻറ്റു V1 പ്ലസ് W പ്ലസ് എക്സെട്രാ പ്ലസ് AN ഇൻറ്റു VN പ്ലസ് W ഈക്വൽ ടു summation is equal to 1 to n AI VI plus W into summation is equal to 1 to n AI, where AI not equal to 0 for some I. കാരണം എന്താണ്? ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കോഎഫിഷ്യൻറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ വരണം. നൗ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI നോട്ട് ഈക്വൽ ടു 0 ബിക്കോസ് അത് നോട്ട് ഈക്വൽ ടു ഈ സം എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബിക്കോസ് അതർവൈസ് വി വുഡ് ഗെറ്റ്, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? 0 ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI VI പ്ലസ് W ഇൻറ്റു ആ ഒരു സം, അതെന്ന് പറയുന്നത് ഈ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI എന്ന് പറയുന്നത് 0 ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI VI എന്ന് വരും. ഇനി VIകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് AIകളെല്ലാം എന്തായിപ്പോവും? 0 ആയിപ്പോവും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകരുത്. അപ്പോൾ സം 0 ആകാതിരുന്നു കഴിഞ്ഞാൽ ഈ A1 A2 വെച്ചിട്ട് AN എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. ഫീൽഡായതുകൊണ്ട് ഇതിൻ്റെ സമ്മും ഇവിടെ വരും, ഫീൽഡിൽ ഒരു നമ്പർ ആയിരിക്കും. ഇനി ഫീൽഡിലെ എലമെൻ്റ് ആയിരിക്കും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോൺ സീറോ എലമെൻറ്റിനും എന്തുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നോൺ സീറോ എലമെൻ്റായ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AIയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു? ഇപ്പം തൊട്ടുമുകളിൽ നമുക്ക് എന്ത് കിട്ടി? 0 ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI VI പ്ലസ് W ഇൻറ്റു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n A എന്ന് കിട്ടിയില്ല. അതിനകത്തുനിന്ന് W എങ്ങനെ കിട്ടും? Wൻ്റെ കൂടെ അപ്പുറത്ത്, അതായത് W ഇൻറ്റു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI ഈക്വൽ ടു അതിൻ്റെ കൂടെ ഉള്ളത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് വരും. പിന്നെ ആ Wൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI the whole raised to minus 1 ഇൻറ്റു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI VI എന്ന് കിട്ടും. സോ ഇപ്പോൾ എന്ത് കിട്ടി? Wനെ നമ്മൾ ഈ എന്താണ് V1 V2 etc. Vn അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് ഇപ്പോൾ കാണിച്ചില്ലേ? ഈ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n ഹോൾ അതെന്ന് പറയുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ കൊണ്ട് നമ്മൾ ഈ കൂടുള്ള സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 to n AI VI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
വി ഐയുടെ കൂടെ ഓരോ ഇപ്പം A1 V1 പ്ലസ് A2 V2 പ്ലസ് എക്സെട്രാ പ്ലസ് AN വിൻ്റെ സ്ഥാനത്ത് ഈ ഓരോ A1ൻ്റെയും കൂടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഒരു പുതിയ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഒരു ലീനിയർ കോമ്പിനേഷൻ V1 V2 എക്സെട്രാ VNൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡബ്ല്യുവിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂയുടെ ഒരു സ്പാൻ ഓഫ് യൂണിറ്റ് എക്സെട്രാ VN അകത്ത് വരും.